2 ലക്ഷം രൂപയോളം ഒരു വർഷം നമുക്ക് ലാഭിച്ചു തരുന്ന ഒരു വാഹനം. ആ വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഡ്രൈവ് ലൈഫിൽ ഞാൻ വന്നിരിക്കുന്നത്. ഒരു വാഹനം ഓടിച്ചാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നഷ്ടമാണ് ആ വാഹനത്തിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ 2 ലക്ഷം രൂപയോളം ഒരു വർഷത്തിൽ നമുക്ക് സമ്പാദിച്ചു തരും എന്നും നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വാഹനം നമുക്ക് ഒരു വർഷം 2 ലക്ഷത്തോളം രൂപ തിരിച്ചു തരികയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കൂ. നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും അല്ലേ? അതുപോലെയുള്ള ഒരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മറ്റേതും അത് വാഹനമല്ല, നമ്മുടെ സ്വന്തം നെക്സോൺ EV. 45,000 കിലോമീറ്ററോളം ഓടിച്ച ആ എക്സ്പീരിയൻസുമായിട്ടാണ് ഇന്ന് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ നെക്സോൺ EV വാങ്ങിക്കുന്നത്. വാങ്ങിച്ച് 10 ദിവസം യൂസ് ആക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാഹനം എന്തിനു വാങ്ങിച്ചു, ആരെ വാക്ക് കേട്ടിട്ട് വാങ്ങിച്ചു എന്നൊക്കെ തോന്നിപ്പോയി. ഈ വാഹനം വാങ്ങിക്കുന്നതിന് മുമ്പ് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ഭ്രാന്താണ്, ഈ ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചിട്ട് അത്ര വലിയ ലാഭം ഉണ്ടാക്കാനൊന്നും പറ്റൂല, പെട്രോളും ഇലക്ട്രിക് വാഹനം ഒരുപോലെ ആയിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ഞാൻ മാറ്റി കുറിച്ചിരിക്കുകയാണ്. ഞാൻ മാറ്റി അവരെ മനസ്സിലാക്കി കൊടുത്തു, അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. വാഹനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള നോളജോ ഗൈഡൻസോ ടാറ്റാൻ്റെ ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിലോവാട്ട് പെർ അവർ യൂസ് ഉണ്ട്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും, അതിൻ്റെ ഗ്രാഫ് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും എന്നോട് ടാറ്റയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവോക്ക് എന്ന സംഘടനയുടെ അമരക്കാരനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരികയുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചാർജിൽ ഏകദേശം 350 കിലോമീറ്ററോളം എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചു. അങ്ങനെ 350 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ വിറ്റ എൻ്റെ XL6 വാഹനവും ഈ വാഹനവുമായി ഒരു വർഷം ഞാൻ യൂസ് ചെയ്തതും 45,000 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് 2 ലക്ഷം രൂപയാണ് ലാഭം കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് കിട്ടിയ ആ ലാഭം അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഞാൻ ഒരു വർഷം കൊണ്ട് ഏകദേശം 43,000 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ അതർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ബോംബെ വരെ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഈ പറയുന്ന ഒരുപാട് ഔട്ട് സൈഡിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ചെന്നൈ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓടിയിട്ടാണ് എനിക്കിങ്ങനെ കൂടുതൽ ഓട്ടം കിട്ടിയത്. പിന്നെ എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 ഷോപ്പ്, എനിക്ക് 2 ഷോപ്പുണ്ട്. 2 ഷോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 75 കിലോമീറ്ററാണ് വൺ സൈഡ്. അപ്പോൾ ഏകദേശം 150 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ, 150 കിലോമീറ്ററും പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ ആവറേജ് പെർ ഡേ റണ്ണിങ് വരാറുണ്ട്. അങ്ങനെ ഞാൻ കണക്ക് കൂട്ടിയപ്പം എൻ്റെ കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ 132 പ്രാവശ്യം വണ്ടി ചാർജ് ചെയ്തു. 132 പ്രാവശ്യം. അപ്പം ഈ 132 പ്രാവശ്യം ചാർജ് ചെയ്തതിൽ 100 പ്രാവശ്യം ഞാൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 100% ചാർജ് ആയെങ്കിൽ ഒരു സൈക്കിൾ ആവുള്ളൂ. ഓക്കെ, അങ്ങനെ 100 പ്രാവശ്യം ഞാൻ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ചാർജ് ചെയ്തിട്ടുണ്ട്, ഫുൾ സൈക്കിൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഏകദേശം 32 പ്രാവശ്യം ഞാൻ ഈ 80% ചാർജ്, 90% മാക്സിമം പോയ 90% ചാർജ് വരെ ചെയ്തിട്ടുള്ളൂ. കാരണം അതിനപ്പുറം ചാർജ് ചെയ്യാൻ പാടില്ല. 90% മുകളിൽ ചാർജ് ചെയ്താൽ അത് ഒന്നെങ്കിൽ 100% ആവാണ്ട് നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിൻ്റെ ലൈഫിന് നല്ലോണം ബാധിക്കും. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ബാറ്ററി ഈ സ്റ്റെബിലൈസേഷൻ നടക്കുന്ന സമയമാണ്. സ്റ്റെബിലൈസേഷന് വല്ല പ്രോബ്ലംസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ബാറ്ററിക്ക് ബാധിക്കും. അതുകൊണ്ട് ഞാൻ നോർമലി 80%ലാണ് നിർത്തുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 90%. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ 132 പ്രാവശ്യം ചാർജ് ചെയ്തു. ഈ ചാർജിൽ 132 പ്രാവശ്യം ചാർജ് ചെയ്തതിൽ ഒരു 75% വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്തത്. AC-യിലാണ് ചാർജ് ചെയ്തത്, DC-യിലല്ല. നമ്മൾ വെളിയിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ DC ചാർജാണ്, വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ AC ആണല്ലോ. അപ്പം മാക്സിമം കഴിയുന്നത് AC-യിൽ ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പം അങ്ങനെ AC-യിലാണ് ചാർജ് ചെയ്തത്. ഞാൻ ഇതിൽ കാൽക്കുലേഷൻ ചെയ്താൽ ഏകദേശം 30K ഹോം ചാർജിങ്ങിൽ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 30,000 രൂപ ഹോം ചാർജ് ഈ ഒരു വർഷത്തെ. ഔട്ട് സൈഡിൽ നിന്ന് ചാർജ് ചെയ്തതിൽ എനിക്ക് ഏകദേശം 21,000
ആണ് അപ്രോക്സിമേറ്റ്ലി എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആകെ മൊത്തം ഏകദേശം 51,000 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു മാസം എൻ്റെ EMI എന്ന് പറയുന്നത് ടോട്ടൽ കാൽക്കുലേഷൻ ഒരു 29,000 റുപ്പീസാണ് EMI. മൊത്തം EMI എന്ന് പറയുന്നത് 3,36,000 രൂപയാണ് ഒരു വർഷത്തെ EMI വരുന്നത്. അതേപോലെ ചാർജ് ചെയ്ത വകയിൽ 51,000 കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഞാൻ സ്പെൻഡ് ആക്കിയത് 3,87,000 രൂപയാണ്. അതുകൂടാണ്ട് സർവീസ് കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 3,000K 3,000 രൂപ വെച്ചിട്ട് നമുക്ക് എവറി 7,000 കിലോമീറ്ററിൽ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് ആവറേജ് ആണ് കണക്കൂട്ടിയത്. 2,000 രൂപയും വന്ന സമയമുണ്ട്, ഏകദേശം 700-1000 രൂപേൻ്റെ ഉള്ളിൽ വന്ന സമയമുണ്ട്. അപ്പോൾ ഞാനത് ആവറേജ് ആണ് കണക്കൂട്ടിയത്. ടോട്ടൽ ഞാൻ വണ്ടി സർവീസ് ചെയ്തത് ഈ 40,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഞാൻ സർവീസ് ചെയ്തത് 5 പ്രാവശ്യമാണ്. അപ്പോൾ ആ വകയിൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 റുപ്പീസാണ്. ടയറിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏകദേശം 43,000 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ ഏകദേശം 50% ബാക്കിയുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. അപ്പം 40,000 ഓടി, 43,000 ഓടി കഴിഞ്ഞു. ഇനി ഒരു 43,000 ഓടുകയാണെങ്കിൽ അത് നമുക്കൊരു 90,000 വരെ എത്തിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഈ വണ്ടിയിൽ ടയർ തേയ്മാനം വളരെ കുറവാണ്. പിന്നെ അതുകൂടാണ്ട് കൃത്യസമയത്ത് അലൈൻമെന്റും വീൽ ബാലൻസിങ്ങും ടയർ റൊട്ടേഷനും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടയറിന്റെ ലൈഫ് കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കൂടാണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് എനിക്ക് ഇതുവരെ ബ്രേക്ക് പാഡ് മാറ്റിയിടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഈ 43,000 കിലോമീറ്റർ ആവുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ബ്രേക്ക് പാഡ് മാറ്റേണ്ട ആവശ്യം വന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ റീജനറേഷൻ എന്നൊരു സംവിധാനം ഉള്ളത് കൊണ്ട് നമ്മൾ എക്സലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി അത്യാവശ്യം പതുക്കെ സ്ലോ ആവാൻ തുടങ്ങും. അത് നമുക്ക് വേണ്ട ലെവലിൽ മാറ്റി വെക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന 3 ലെവലുണ്ട്. ഇനി വേണ്ടെങ്കിൽ ഓഫാക്കി വെക്കാനും പറ്റും. ഞാൻ നോർമലി ലെവൽ 2ലാണ് ഓടുന്നത്. കുറച്ച് വേഗത കൂട്ടിയിട്ട് ഓടുന്നുണ്ടെങ്കിൽ ഒരു 90 സ്പീഡിൽ 80-90 സ്പീഡിൽ ഓടുന്നുണ്ടെങ്കിൽ ഒരു ലെവൽ 3ലാണ് നോർമൽ ഞാൻ വെച്ച് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു യൂസാണ് നമുക്ക് ബ്രേക്ക് പാഡിൻ്റെ തേയ്മാനം വളരെയധികം കുറക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ വിറ്റ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ XL6 എന്ന് പറയുന്ന വാഹനം വിറ്റിട്ടാണ് ഞാൻ ഈ വാഹനം എടുക്കുന്നത്, നെക്സോൺ EV. അപ്പോൾ ഞാൻ ആ വിറ്റ വണ്ടിക്ക് എനിക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഏകദേശം 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. 75,000-80,000 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു 2 വർഷം കൊണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ആ പെട്രോൾ വണ്ടിയിട്ട് ഏകദേശം 14 കിലോമീറ്ററാണ് ആ വണ്ടിയുടെ മൈലേജ്. ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം എനിക്ക് ആ വണ്ടിക്ക് വരുന്ന പെട്രോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 3,31,000 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി പെട്രോൾ കോസ്റ്റ് ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ. അതുപോലെ തന്നെ എൻ്റെ ആ വണ്ടിയുടെ EMI വകയിൽ എനിക്ക് പെർ ഇയർ 2,64,000 രൂപയുണ്ടായിരുന്നു. ഏകദേശം 25,000-ഓളം പിന്നെ ഏകദേശം 25,000 രൂപയായിരുന്നു എൻ്റെ EMI. അപ്പോൾ പെർ ഇയർ എനിക്ക് 2,64,000 EMI വരാറുണ്ട് ഏകദേശം. അങ്ങനെ ആകെ മൊത്തം 5,94,000 രൂപയാണ് എനിക്ക് ആ വണ്ടിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതുകൂടാണ്ട് ഈ വണ്ടിക്ക് ഓരോ സർവീസിനും 6,000 റുപ്പീസ് മിനിമം ആവശ്യം വരുന്നുണ്ട് വണ്ടിക്ക്. XL6 ആണ് വണ്ടി. 6,000 റുപ്പീസ് അതിൻ്റെ എയർ ഫിൽറ്റർ അങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ, ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ മറ്റുള്ള ബ്രേക്ക് ഷൂ കാര്യങ്ങൾ, ബ്രേക്ക് പാഡ് അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് ആവറേജ് 6,000 റുപ്പീസ് ആവറേജ് വരാറുണ്ട്. അപ്പം എല്ലാ 10,000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് ഉള്ളത്. ടോട്ടൽ സർവീസ് കോസ്റ്റ് ഈ പറയുന്ന ഒരു വർഷം കൊണ്ട് 5 സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കാരണം 43,000 കിലോമീറ്ററിൻ്റെ ഇടയിൽ 4-5 സർവീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ടോട്ടൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. ആ വണ്ടീൻ്റെ ടയർ മൈലേജ് എന്ന് പറയുന്നത് എനിക്ക് മാക്സിമം എൻ്റെ റണ്ണിങ്ങിൽ ഞാൻ 50,000 കിലോമീറ്റർ മുമ്പ് വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 45,000 കിലോമീറ്റർ വരെ എനിക്ക് ടയറും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഒരു ടയർ മാറ്റാൻ ഏകദേശം 7,000 റുപ്പീസാണ്. ഞാനത് കുറച്ച് ബ്രോഡുള്ള ടയറായിരുന്നു ഇട്ടിരുന്നത്. 6,000-7,000 റുപ്പീസ് വണ്ടിക്ക് ഒരു ടയറിന് വരുന്നുണ്ട്. 4 ടയർ മാറണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം അത്ര രൂപയാകും. അപ്പം ബ്രേക്ക് പാഡിനും അങ്ങനെ, ബ്രേക്ക് പാഡിന് 30,000 കിലോമീറ്ററിൽ ഞാൻ ബ്രേക്ക് പാഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കണക്ക് കാര്യങ്ങൾ ഇതിൽ വിശദമായിട്ട് പറഞ്ഞു. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പെട്രോൾ വണ്ടി ഞാൻ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം 5,95,000 രൂപയാണ് ഒരു വർഷം ഇൻക്ലൂഡിങ് EMI എനിക്ക് ചിലവ്. അതേ സ്ഥാനത്ത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു വർഷം എൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് EMI 3,87,000 രൂപയാണ്. സോ നിങ്ങൾക്ക് വളരെ പച്ചവെള്ളം പോലെ തെളിഞ്ഞു കാണുന്ന ഒരു സാധനമാണ് 3,87,000, 5,97,000, 5,95,000. അപ്പം ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കിയാൽ എനിക്ക് ലാഭം ഏകദേശം 2,12,000 രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 2,00,000 രൂപ ലാഭം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ വാഹനം എനിക്ക്. ഒരു സാധാരണ ഒരു വ്യക്തിക്ക്, നല്ല ഓട്ടമുള്ള ഒരു വ്യക്തിക്ക് ഒരു വർഷം ഒരു വണ്ടി 2,00,000 രൂപ നേടിത്തരാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. കാരണം 5 വർഷം ഓടിക്കഴിയുമ്പോഴേക്ക് രൂപ 10 ലക്ഷം പോക്കറ്റിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് EV
ഓടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഓട്ടമുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ഒരു വാഹനം വേറെയില്ല. അത് ഏത് വാഹനം ആയിക്കോട്ടെ. എസ്പെഷ്യലി ഇപ്പം വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു വാഹനം എന്ന് പറയുന്നത് ടാറ്റാൻ്റെ വാഹനങ്ങളാണ്. എസ്പെഷ്യലി നെക്സോൺ എടുത്ത് ആരും ഇതുവരെ ഫെയിൽ ആയിട്ടില്ല. പിന്നെ കംപ്ലൈൻറ്റ്സ് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അത് അവരുടെ യൂസേജ് അനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. എനിക്ക് ഈ പറയുന്ന ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഈ 43,000 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു കംപ്ലൈൻറ്റോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഷോറൂമിൻ്റെ സർവീസ് സെൻറ്റർ ആയാലും ഷോറൂമിലുള്ള എക്സിക്യൂട്ടീവ്സ് ആയാലും അവർക്ക് ഈ വണ്ടിയെ കുറിച്ചുള്ള ഒരു നോളജോ കാര്യങ്ങളോ ഇല്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും ഇല്ല. ഞാൻ ഈ വാഹനം കൊണ്ട് ബോംബെ ചെന്നിട്ട് എനിക്ക് അവിടുന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് വന്നിട്ട് വണ്ടിയിൽ എറർ വന്നു. ആ എറർ മാറ്റാൻ വേണ്ടി ഞാൻ സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവിടെയുള്ള സർവീസ് സെൻറ്ററിലുള്ള എക്സിക്യൂട്ടീവ് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് ഇത്രയും ലോങ് വരുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 22 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു ഷോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഒന്ന് ടൗണിനുള്ളിൽ ഓടാൻ വാഹനം ആരെങ്കിലും വാങ്ങിക്കൂല. അപ്പം ഇതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന്, അപ്പോൾ ഇത് സെയിൽസിലുള്ള വ്യക്തികളോട് ഈ വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വിശദമായിട്ടുള്ള വിശദീകരണം, ഇത് ഇങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഇതിൽ വാട്ട് പെർ അവർ അത് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആവറേജ് കിലോ വാട്ട് പെർ അവർ നമ്മളിങ്ങനെ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിൽ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. ആ ഗ്രാഫ് എന്താണ്, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിലോ, ലെവൽ എങ്ങനെയാണ്, ഏത് ലെവലിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലോ, ഈ നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോൾ വണ്ടി ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്, അത് എന്തുകൊണ്ടാവുന്നു എന്ന് പോലും പറയാൻ ഇവർക്ക് അറിയില്ല. എക്സിക്യൂട്ടീവ്സ് ഒരു കാരണവശാലും നമുക്ക് പറഞ്ഞു തരില്ല. അവർ ഇതിൽ തീരെ ബോധവൽക്കരണം കിട്ടിയ ആൾക്കാരല്ല. സോ ടാറ്റാനോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് എക്സിക്യൂട്ടീവ്സിനെ ഒന്ന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം. എക്സിക്യൂട്ടീവ്സ് മഹാമോശമാണ്. ഒരാൾക്ക് പോലും ഇതിൻ്റെ വിവരമില്ല. എക്സിക്യൂട്ടീവ്സിന് അത് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം. വരുന്ന കസ്റ്റമറോട് ആ കസ്റ്റമർക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് ഇത്ര കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ കിട്ടി എന്ന് പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇത്ര മൈലേജ് കിട്ടിയെന്ന് ഞാൻ ആ എക്സിക്യൂട്ടീവിനോട് പോയിട്ട് പറഞ്ഞ ശേഷം ആ എക്സിക്യൂട്ടീവ് ത്രൂ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് വണ്ടി എടുക്കാൻ വന്ന ഒരുപാട് കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെ വണ്ടിക്ക് മൈലേജ് ഉണ്ടോ, അല്ല വണ്ടിക്ക് നല്ല റേഞ്ച് കിട്ടാറുണ്ടോ, എങ്ങനെയാണ് എന്നെല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ പറയാണ്, കസ്റ്റമറോട് വിളിച്ച് ചോദിക്കുന്നു, ഓക്കെ, അതൊരു റിവ്യൂ എടുക്കുന്നത് തുല്യമാണ്. പക്ഷേ സ്റ്റാഫിന് പറയാൻ സാധിക്കണം എത്ര മൈലേജ് കിട്ടും, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഒരു ഡീസൽ ഓടിച്ച വ്യക്തി അല്ലെങ്കിൽ ഒരു പെട്രോൾ ഓടിച്ച വ്യക്തിക്ക് ഒരു കാരണവശാലും ഈ വണ്ടി വാങ്ങിച്ചിട്ട് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകത്ത് 100% ഈ പറയുന്നത് 300 325 350 കിലോമീറ്റർ റേഞ്ച് കൊണ്ടുവരാൻ അവരെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. കാരണം അതിൻ്റെതായ ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ത്രൂ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് ക്ഷമ, അറബിയിൽ സബർ എന്ന് പറയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ഈ പറയുന്ന കിലോമീറ്റർ നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, ടാറ്റ നല്ല രീതിയിൽ വളരെയധികം മാറിയിട്ടുണ്ട്. ജാഗറും അതുപോലെ തന്നെ റേഞ്ച് റോവറും വന്ന ശേഷം ടാറ്റൻ്റെ റേഞ്ചേ മാറിയിട്ടുണ്ട്. പക്ഷേ എക്സിക്യൂട്ടീവ്സിൻ്റെ പെരുമാറ്റത്തോടൊപ്പം ടാറ്റ ഷോറൂം എന്നുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്ന സൗകര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ എടുക്കുന്ന ആ രീതികളും ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. കാരണം ഈ വാഹനം എടുത്തതിന് ശേഷം ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ടാറ്റാൻ്റെ ഷോറൂമിൽ ഫീഡ്ബാക്ക് എടുക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. സാധാരണ ഇപ്പം ഞാൻ ഹോണ്ടയുടെ വണ്ടികൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാരുതിയുടെ വണ്ടികൾ എടുത്തിട്ടുണ്ട്, ടൊയോട്ടയുടെ വണ്ടികളെല്ലാം എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 days 3 days ഉള്ളിൽ നമുക്ക് കോൾ വരും. കോൾ ബാക്ക് വന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, സർ നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഷോറൂം എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നിങ്ങൾ എക്സിക്യൂട്ടീവ് എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറിയോ, എക്സിക്യൂട്ടീവ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് നോളജ് കിട്ടിയോ, എങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഹോസ്പിറ്റാലിറ്റി എന്താണ്, എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ആരും ടാറ്റാൻ്റെ ഷോറൂമിൽ ടാറ്റാൻ്റെ ഹെഡിൽ ആരും വിളിച്ചിട്ടില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ടാറ്റ ഈ കാര്യത്തിൽ, ഇതുപോലുള്ള ചെറിയ കാര്യത്തിൽ, ഇത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ്, എന്നാലും ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഒന്ന് മെച്ചപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഒന്നും പറയാനില്ല. വലിയ രീതിയിലുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ പെരുപ്പിച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് സംഭവം. അപ്പം അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കുറച്ച് മുമ്പത്തെ ഇതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ഈ വണ്ടിയുടെ പ്രോഡക്റ്റ് നോളജ് തന്നത് EVOK, ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്.
ആ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ചേരേണ്ട ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് തരാം. നിങ്ങൾ ആരെങ്കിലും EV ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റെജി ആണ് അതിൻ്റെ കേരളത്തിലെ അമരത്തിരിക്കുന്നുള്ളത്. മൂപ്പരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ചെറിയൊരു ഫീസ്, ഒരു 600-700 റുപ്പീസ് എന്തോ ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവോക്കിൻ്റെ സ്റ്റിക്കറും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും കിട്ടും. അതോടൊപ്പം സ്റ്റിക്കറിനുള്ള നല്ല കാര്യം, അതോടൊപ്പം ഈ വണ്ടിയുമായിട്ട് എന്ത് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് പെട്ടുപോയി എന്ന് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യത്തെ 10 ദിവസം. അതിനുശേഷം ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷമാണ് എനിക്കൊരു ഒരു ധൈര്യം കിട്ടിയത്. ആ ധൈര്യത്തിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 43,000 കിലോമീറ്റർ ഓടുകയും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ എനിക്ക് വണ്ടി സൂക്ഷിച്ച് വെക്കാനും സാധിക്കുകയും ഇനി എത്ര വേണമെങ്കിലും ഓടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇതേ EV തന്നെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. 2 ലക്ഷം രൂപ ലാഭം തന്ന വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഞാൻ ഷാൻ, മിസ്റ്റർ ഡ്രൈവ് ലൈഫ്, സൈനിങ് ഓഫ്.